സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ബ്ലൂടൂത്ത് സ്പീക്കറാണ് അൾട്ടിമേറ്റ് ഇയേഴ്സിൻ്റെ വണ്ടർബൂം 2. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ പാക്കേജിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഔട്ട്ഡോർ ബൂസ്റ്റ് ഓപ്ഷന് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 13 ഹവർ നമുക്ക് ബാറ്ററി ലൈഫ് ബാക്കപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. IP67 ആണ്. അപ്പോൾ സബ്മർജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പിന്നെ 2 വർഷത്തെ വാറണ്ടി ഉറപ്പ് തരുന്നുണ്ട്. 360 ഡിഗ്രി സൗണ്ട്, അതായത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അധിക ബ്ലൂടൂത്ത് സ്പീക്കറുകളിലും ഒരു മോണോ ഡയറക്ഷണൽ സൗണ്ടാണ്. ഇതിൽ വരെ 360 സൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഡ്രോപ്പ് പ്രൂഫ്, അതായത് 1.5 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 30 മീറ്റർ റേഞ്ച്. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല റേഞ്ചാണ്. 30 മീറ്റർ റേഞ്ച് കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ ഡ്രോപ്പ് ടെസ്റ്റഡ് ഫ്രം 1.5 മീറ്റർ, അതായത് എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും 1.5 മീറ്റേഴ്സിന് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഇതാണ് നമ്മളുടെ വണ്ടർബൂം 2 പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൽ ഇവിടെ പറയുന്നത് ഗെറ്റ് ടു നോ യുവർ വണ്ടർബൂം 2 എന്ന് പറയുന്നുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ടു പെയർ. ഈ ബട്ടൺ ഹോൾഡ് ചെയ്താൽ പെയർ ആവും. ഇത് പവർ ബട്ടൺ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വോളിയം പ്ലസ് മൈനസ്, അതുപോലെ തന്നെ ഷോർട്ട് പ്രസ് ഫോർ ഔട്ട്ഡോർ ബൂസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേണിംഗ് ഓൺ ആൻഡ് ഓഫ് സൗണ്ട് പെയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ സൗണ്ടാണിത്. വളരെ ഈസിയാണ് പെയർ ചെയ്യാനായിട്ട്. ആൾറെഡി പെയർഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് എല്ലാമുള്ള ഒരു സ്ലിപ്പാണ്. സേഫ്റ്റി മാനുവലും കൂടെയാണ്. ഈ ഒരു ചെറിയൊരു സ്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 2 വണ്ടർബൂം 2 ഉണ്ടെങ്കിൽ നമുക്കത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ട് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ബ്ലൂടൂത്ത് സ്പീക്കറുകളിലും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. 2 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവ രണ്ടും കൂടെ ഒരു സ്റ്റീരിയോ മോഡിലിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ മൈക്രോ USB കേബിളാണ്. നോർമലി പുതിയ ഡിവൈസുകളിലെല്ലാം USB-C കേബിളാണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു മൈക്രോ USB ആണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന മറ്റ് ലേറ്റസ്റ്റ് ഡിവൈസുകൾ, അതായത് USB-C കേബിൾ വരുന്ന ഡിവൈസുകളെ അപേക്ഷിച്ച് ചാർജിങ് സ്പീഡ് കുറവായിരിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓപ്പൺ ചെയ്താൽ ഒരു നിലക്കും ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇവിടെ വാട്ടർ കണ്ടൻറ്റ് വരാൻ പാടില്ലെന്ന് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചാർജ് ചെയ്യാം. ഇതിൽ ഔട്ട്ഡോർ ബൂസ്റ്റ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് ആവും, പക്ഷേ ഒരിക്കലും സബ്മർജ് ചെയ്യാനോ ഒന്നും ശ്രദ്ധിക്കരുത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടാഗ് ഒരു എലാസ്റ്റിക് ടൈപ്പാണ്. ചില ആൾക്കാർക്കെല്ലാം ഇത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നും. ഇനി നമുക്ക് ഏതായാലും ഇതിൻ്റെ സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മൾ ഔട്ട്ഡോർ ബൂസ്റ്റ് ഒഴിവാക്കിയപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ആണ്. ഡിഗ്രിയിൽ സൗണ്ട് വരുന്നത് ഭയങ്കര നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. നോർമലി ഇപ്പോൾ വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സൊക്കെ യൂണി ഡയറക്ഷണലാണ്. അപ്പോൾ ഈ ഒരു സറൗണ്ട് സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട് ഇതിൻ്റെ ഒരു ഫീലിൽ. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് പോസ് ആവുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ബ്ലൂടൂത്ത് സ്പീക്കർ, പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്ന ആളാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ റെക്കമെൻഡേഷൻ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.